ബി പോസിറ്റീവിൽ ഇനി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാം അവർ ഗസ്റ്റിലേക്ക്. ബി പോസിറ്റീവിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ഒരു സാഹസിക നീന്തൽ താരമാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് റെക്കോർഡുകളൊക്കെ സ്വന്തമായിട്ടുണ്ട്. 3 തവണ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് വളരെ സാഹസികമായ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇന്ന് ചോദിച്ചറിയാനുണ്ട്. സ്വാഗതം ചെയ്യാം ശ്രീ രതീഷിന്. നമസ്കാരം. ഇപ്പോൾ 3 തവണ റെക്കോർഡ്സ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ട് തുടങ്ങാം. അപ്പോൾ എന്താണ് പൊതുവെ ചെയ്യാറുള്ളത്? അതായത് ഈ ഒരുപാട് പേര് നമ്മൾക്ക് നീന്തുന്നത് ഒരുപാട് സാധാരണക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ എന്താണ് താങ്കളെ വ്യത്യസ്തനാക്കുന്നത്? അല്ല, ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് കൈയും കാലും ബന്ധിച്ച് നീന്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സംഭവം. അത് കുട്ടിക്കാലം തൊട്ടേ എൻ്റെ നാട് ചെറിയഴിക്കൽ കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ എന്ന സ്ഥലമാണ്. അവിടെ കടലും കായലും ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ ആകെപ്പാടുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് ആയിരുന്നു. അങ്ങനെ ചെയ്യുന്ന ഇടയ്ക്ക് പിന്നെ ഈ ഡോൾഫിൻ്റെ ഒരു മെത്തേഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് അതാണ്. ഡോൾഫിൻ മെത്തേഡാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ നീന്തുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ള രീതി വെച്ചിട്ട് അങ്ങനെയാണ് ഈ കൈയും കാലും ബന്ധിച്ച് ഇങ്ങനെ ഈ രീതിയിലേക്ക് വന്നത്. ഈ ഒരു ഡോൾഫിൻ സ്റ്റൈൽ നീന്തുന്നുണ്ടായിരിക്കില്ലേ സുഹൃത്തുക്കളൊക്കെ ഡോൾഫിൻ രതീഷ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ നമ്മളിനി റെക്കോർഡുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ റെക്കോർഡ് ഏത് വർഷമായിരുന്നു കിട്ടിയത്? ആദ്യത്തേത് 2009 2009 സംഭവം. അത് ആദ്യമായിട്ട് ദേശീയ പതാക കടലിൽ ഉയർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അങ്ങനെ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അവിടെ സുനാമി ബാധിച്ച അഴീക്കൽ അവിടെ കുറേ കുട്ടികളെ ഇങ്ങനെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ടിരുന്നപ്പം അവരോട് ഈ ഒരു ഐഡിയ ഇങ്ങനെ പങ്കുവയ്ക്കുകയും നമുക്കിങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്നുള്ള രീതിയിൽ പങ്കുവയ്ക്കുകയും അങ്ങനെ ഒരു ചെറിയൊരു ഫ്ലോട്ട് പോലെ ഒരു തയ്യാറാക്കിയിട്ട് അത് ഒരു 50 മീറ്റർ കടലിന് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ നീന്തി ചെന്നിട്ട് കൈയും പിന്നെ പതാക ഉയർത്തുകയായിരുന്നു ചെയ്തത്. അന്ന് കൈയും കാലൊക്കെ കെട്ടിയിട്ടാണ് നീന്തിയത്? അല്ലല്ല, നോർമലി ചെയ്തിരിക്കുന്നത്. കാര്യം വെച്ചാൽ സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് കൈയും കാലും കെട്ടാൻ അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അപ്പം സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ദിവസം ഞാൻ കൈയും കാലും ബന്ധിച്ച് ചെയ്ത് അങ്ങനെ ഒരു മൈനസ് പോയിന്റ് ആകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് കാര്യം വെച്ചാൽ ദേശീയ പതാകയാണ് ഉപയോഗിക്കുന്നത്. അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തതാണ് സംഭവം. പിന്നെ സെക്കൻഡ് റെക്കോർഡ് എന്തായിരുന്നു? രണ്ടാമത് ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് കൊല്ലം ബീച്ചിലാണ്. ബീച്ചിൽ തന്നെ ഒരുപാട് സമയം കിട്ടുമ്പോഴെല്ലാം എനിക്ക് സ്വിമ്മിങ് ചെയ്യുന്നതാണ് താല്പര്യം. ലൈഫ് ഗാർഡ് കൊല്ലം ബീച്ചിൽ ലൈഫ് ഗാർഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ. അങ്ങനെ ചെയ്യുന്നതിനിടയ്ക്ക് അപ്പം അവിടെ തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ ഉണ്ട്. പുലിമുട്ടുന്ന് കൊല്ലം ബീച്ച് വരെ എന്ന് പറയുന്നത് 1.5 കിലോമീറ്ററാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം. കാര്യം വെച്ചാൽ നമ്മളിപ്പം ഒരു ബോംബെ കടലെടുക്ക് അങ്ങനെ ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മളിത് കപ്പൽ ചാലാണിത്. അപ്പം അതുകൊണ്ട് അതൊന്ന് ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം 1.5 കിലോമീറ്റർ കൈയും കാലം ബന്ധിച്ച് ആദ്യമായിട്ട് രണ്ടാമത് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരുന്നത്. പിന്നെ മൂന്നാമത്തത് ഇപ്പോൾ വന്നത് ഈ റെക്കോർഡ് എനിക്കൊന്ന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. സ്വന്തം റെക്കോർഡ് ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ആശയം ഞാൻ ലിംകയുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ കാര്യച്ചാൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതല്ല, ജനങ്ങൾക്ക് വേണ്ടി ഒരു മെസ്സേജും കൂടെ കൊടുക്കാൻ കിട്ടുന്നൊരു വിഷയം കൂടെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് അങ്ങനെ ലോക സമാധാന ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഈ സമാധാനത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു മെസ്സേജ് അവിടെ കൊല്ലം ജില്ലാ ഭരണകൂടവും ഇപ്ലോ എന്ന് പറഞ്ഞ സംഘടനയും കൂടെ ചേർന്നിട്ട് ഒരു പ്രോഗ്രാം അവിടെ അവതരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് റെക്കോർഡ് ബ്രേക്കിങ്ങും ഇതേപോലെ ജനങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കലും എല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു സംഭവമായിരുന്നു. അതെന്തായാലും എല്ലാവരുടെയും ഭാഗ്യം കൊണ്ട് എല്ലാവരുടെയും ഒരു അനുഗ്രഹം കൊണ്ട് മൂന്നാമതും ലിംകയിലോട്ട് എത്തുക. അപ്പോൾ ഈ സെക്കൻഡും തേർഡും റെക്കോർഡ്സ് അത് കൈയും കാലും ഒക്കെ ബന്ധിച്ചുകൊണ്ടാണോ? അതെ, ചെയ്യുന്നതെല്ലാം കൈയും കാലും ബന്ധിച്ചുകൊണ്ടായിരുന്നു. പക്ഷെ ഞാൻ സാധാരണ ഇപ്പം കൈയും കാലും ബന്ധിച്ച് നീന്താൻ എനിക്ക് മടി വരുന്നൊരവസ്ഥയാണ്. കാര്യം വെച്ചാൽ ഫ്രീ സ്റ്റൈലിൽ ഞാൻ അങ്ങനെ ഫാസ്റ്റായിട്ട് അങ്ങനെ സ്വിമ്മിങ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ എൻ്റെ സ്റ്റൈലാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഈ ഡോൾഫിൻ സ്റ്റൈലാണ്. അപ്പോൾ ഈ പഠിപ്പിക്കാൻ നേരത്തൊക്കെ സാധാരണ നീന്തലാണ് പഠിപ്പിച്ചു കൊടുക്കുക, അതോ ഈ ഡോൾഫിൻ സ്റ്റൈലാണോ? അല്ല, അത് കാര്യം വെച്ചാൽ ഞാൻ ഒരു വഴിയിലായില്ലല്ലോ, എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും പഠിപ്പിക്കുന്നത് ഫ്രീ സ്റ്റൈൽ തന്നെ പഠിപ്പിക്കുന്നത്. കാര്യം കൂടുതലും പഠിപ്പിക്കുന്നത് നമ്മുടെ ഈ പോലീസ് ഫോഴ്സിൽ ഇപ്പം നിർബന്ധമാണ് നീന്തൽ. അപ്പോൾ അങ്ങനെയുള്ള
ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട്, പോലീസ് ട്രെയിനുകളെ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ഫയർഫോഴ്സ് ട്രെയിനുകളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ ഒന്നാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഈ സർവശിക്ഷ അഭിയാന്റെ കീഴിൽ അങ്ങനെ ഓരോ പ്രോജക്റ്റ് വരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഏകദേശം 500-ന് മേളിൽ എല്ലാവരെയും കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ആൾക്കാർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ, കാര്യം നമ്മളിനി എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും പക്ഷേ സ്വിമ്മിങ് പഠിച്ചില്ലെങ്കിൽ കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം. അത് പ്രധാന ഘടകം. നമ്മളിപ്പോൾ എല്ലാ ദിവസവും പത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുന്നൊരു സംഭവം മുങ്ങി മരണം, അവിടെ കുട്ടികൾ മുങ്ങി മരിച്ചു, ഇവിടെ കുട്ടികൾ. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ രക്ഷകർത്താക്കൾ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ അവരെ അങ്ങോട്ട് വിടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്, പക്ഷെ അവരെ നീന്തൽ പഠിപ്പിക്കാൻ എങ്ങനെ നമുക്കത് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ സർക്കാർ അത് മുൻകൈ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അങ്ങനെയൊക്കെ ഇപ്പം ഓരോ പ്രോജക്റ്റ് പോലെ വെച്ചിട്ട് അവിടെയുള്ള കുട്ടികളുടെ ഈ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സ്വിമ്മിംഗ് പൂളില്ല ഇവിടെ. അതുകൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത് നമുക്ക് സ്വിമ്മിങ് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പരാതി പറയുന്നത്. പക്ഷേ നമുക്കിവിടെ ഒരുപാട് അമ്പലക്കുളങ്ങളുണ്ട്, കായലുകളുണ്ട്, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പം അത് നമ്മുടെ ഓരോ ജില്ലാ ഭരണകൂടം അത് മുൻകൈ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപകടങ്ങളെ കുറിച്ച് അതിലേക്ക് സംസാരിക്കുന്നതിന് മുന്നേ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ കായലും കടലിലും ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് നീന്തി പഠിച്ചത്? ഏത് നീന്തലാണ് എളുപ്പം? കാര്യം ഇപ്പോൾ കടലിൽ നീന്തുന്നത് തികച്ചും വ്യത്യസ്തം, കുറച്ചുകൂടെ റിസ്കി ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ രണ്ടിൽ ഏതിൽ നീന്താനാണ് എളുപ്പം? കടലിൽ നീന്തുമ്പം ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഈ കടലിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് തിരമാലകളുണ്ട്, അതേപോലെ തന്നെ ഈ കാറ്റ് വീശുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ഒഴുക്ക് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നതിലും ചിലപ്പോൾ അപ്പുറത്തായിരിക്കും. വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ വ്യത്യാസം കുറേ കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഒമറ്റിങ് ഒരു രീതിയിൽ നമുക്ക് വരാം. കടലിൽ നീന്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ കായലെന്ന് പറയുമ്പം നിശ്ചലമായി കിടക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ നീന്തി, അപ്പോൾ അത് ഓരോരോ ഇതുണ്ടല്ലോ. കാര്യം ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിലൊന്നും നമുക്ക് കായലിലോട്ട് ഇറങ്ങാൻ പറ്റും, മൊത്തം മലിനമാക്കിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് സംഭവിച്ചത്. ഇപ്പം എല്ലാവരും കൊണ്ടുവന്ന് വേസ്റ്റുകളെല്ലാം തട്ടുന്നതും എല്ലാം നമ്മൾ കായലിലേക്കല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കടലിൽ നീന്തുന്നതാണ്. കടലിൻ്റെ അടിത്തട്ടുകളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ ലൈഫ് ഗാർഡ് അല്ലാതെ തന്നെ കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നീണ്ടകരയിൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഡൈവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ വെച്ചിട്ട് ഞങ്ങൾ അടിയിൽ പോകാറുണ്ട്, 50 അടി 60 അടി താഴ്ചയിലേക്ക് പോകാറുണ്ട്. താഴെ ചെന്ന് നിൽക്കുമ്പോൾ അതിമനോഹരമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ മേളിൽ കാണുന്നതിനും കഴിയും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അടിയിൽ, കളർ ഫിഷുകൾ. പിന്നെ അത് പുതിയൊരു ലോകമാണ് നമുക്ക് അവിടെ പോകുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ അടിത്തട്ടും മേൽത്തട്ടും എല്ലാം കണ്ടതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കടലാണ്. അതിന്റെ അടുത്തിട്ടുള്ള ഈ മാലിന്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു പ്രസൻസ് സാന്നിധ്യം എത്രത്തോളം ഉണ്ട്? അല്ല, കടലിൽ നമുക്ക് അങ്ങനെയുള്ള പറയത്തക്ക മാലിന്യങ്ങളൊന്നും നമുക്കില്ല സംഭവം. പിന്നെ നമുക്ക് ഒരു പ്രശ്നം വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നവംബർ, ഡിസംബർ, ജനുവരിയിലൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ക്ലീൻ വെള്ളമായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും. കടലിൽ പൊതുവെ കടലിൽ നല്ല വെള്ളമായിരിക്കും ആ സമയങ്ങളിൽ. അതാണ് നമ്മുടെ ഇവിടുത്തെ സീസൺ ടൈം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുന്നതും ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ കടലിൽ നിശ്ചലമായി കിടക്കുകയും നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ആയിരിക്കും. അന്നേരം ഇതിൻ്റെ അടിത്തട്ടിലൊക്കെ പോകുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും സംഭവം. അപ്പം ഞങ്ങൾ തന്നെ ഈ മാരിടൈമിൻ്റെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളവിടെ ഒരു പ്രോജക്റ്റ് പോലെ വെച്ചിട്ട് പറഞ്ഞ് ഈ വെക്കേഷന് കുട്ടികളെ ഈ വെള്ളത്തിനടിയിൽ കൊണ്ടുപോയി ഇങ്ങനെ ഒരു 1 ഡേ ടൂർ പോലെ ഇങ്ങനെ കാണിക്കാനുള്ളൊരു സജ്ജീകരണം നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണോ എന്ന് പറഞ്ഞ് നമ്മൾ സാറന്മാരോട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സാറത് പ്രൊമോട്ട് ചെയ്ത് ജില്ലാ ടൂറിസം നമ്മുടെ ഭരണകൂടത്തിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആയിട്ടില്ല. പക്ഷെ ഇപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മുടെ സുരക്ഷയുടെ കാര്യം സംസാരിച്ചു എന്ന് വെച്ചാൽ ഈ കടലിലും കായലിലൊക്കെ പോകുമ്പോഴത്തേക്കും അപകടങ്ങളെ കുറയ്ക്കാൻ നീന്തൽ അറിയുന്നത് സഹായിക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായി. അപ്പൊ ഞാനതാ ചോദിച്ചു, ഇപ്പൊ സാധാരണ നമ്മളിപ്പോ കുളത്തിലൊക്കെ നീന്തി പഠിച്ച ഒരാൾക്ക് കടലില് ഇപ്പൊ ഒരു തിരയിൽ പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ നീന്തൽ അറിയാമെന്നുള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ 100% സാധ്യതയുണ്ടോ? അല്ല, നീന്തൽ പഠിച്ചിരിക്കുകയാണെങ്കിൽ 50% നമുക്ക് ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കടലും കായലും പുഴകളും തമ്മിലെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതും ഓരോ സ്റ്റൈലുകളാണ്. പുഴയുടെ ഒഴുക്ക് നമുക്ക് കടലിൽ നീന്തുന്ന ഒരാൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല, അങ്ങനെ പ്രശ്നം ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് കായലിൽ കുഴപ്പമില്ല, നമുക്ക് ആഴം നോക്കിയാൽ മതി, അല്ലാതെ വേറെ പ്രശ്നം വരത്തില്ല. കടലിലെന്ന് പറയുന്നത് ഈ തിരമാല ഒടിയുന്ന ഒരു സ്ഥലത്ത് അവിടെ വളരെ അപകടമാണ്. അപ്പോൾ അത് എല്ലാത്തിനും ഒരു ചെറിയ എക്സ്പീരിയൻസ് ആവശ്യമാണ്. നമുക്ക് നീന്തറിയാമെന്ന് പറഞ്ഞു നമുക്ക് എല്ലാ സ്ഥലത്തും പോയി ചാടാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നമാണ്.
പക്ഷെ എന്തായാലും നീന്തൽ പഠിച്ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തരം സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാനുള്ള സാധ്യത കൂട്ടിയെടുക്കും എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും അത് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് മാത്രമല്ല, ചിലപ്പോൾ നമുക്കൊരു ജീവൻ രക്ഷപ്പെടുത്താൻ കൂടെ നമുക്ക് സാധിക്കും. അത് പറഞ്ഞപ്പോഴേ പത്രവാർത്തകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ രക്ഷപ്പെടുത്തി എന്നുള്ളത്, ഈ അമ്മയും മക്കളെയൊക്കെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങളെ കുറിച്ച്, അത് മാത്രമല്ല മികച്ച ലൈഫ് ഗാർഡ് ആയിട്ടുള്ള അവാർഡും ഒക്കെ ലഭിച്ചിട്ടില്ലേ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ്, ലൈഫ് ഗാർഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു അനുഭവത്തിനെ കുറിച്ച്. ലൈഫ് ഗാർഡായിട്ടുള്ള എൻ്റെ 7 വർഷമായി ഞാൻ ലൈഫ് ഗാർഡായിട്ട് കൊല്ലം ബീച്ചിൽ വർക്ക് ചെയ്യുന്നു. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാര്യം വെച്ചാൽ നമ്മൾ ഒരുപാട് ജീവനുകൾ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് പറയുന്നത് അത് സാധാരണ കൊടുക്കാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ഒരു 50 പേരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകും. പിന്നെ അത് ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങളിൽ 50 പേരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകും. അത് അല്ലാതെ പിന്നെ കുറേ ആൾക്കാരെന്ന് പറയുന്നത് നമുക്ക് ഈ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ബീച്ചാണ് കൊല്ലം ബീച്ച്. കാര്യം എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര ആഴമാണ്. സ്റ്റാർട്ടിങ് തന്നെ 3 മീറ്റർ തന്നെ ഡെപ്തുള്ള സ്ഥലമാണ്. അപ്പം അത് ഭയങ്കര അപകടം പിടിച്ചൊരു ബീച്ചാണ് കൊല്ലം ബീച്ച്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ നമ്മൾ പറയാറുണ്ട്, നമ്മളിങ്ങനെ ഇത്ര അപകടം പിടിച്ച ആൾക്കാരാണ്. അവിടെ ഒരു 40 പേര് മരിച്ചിട്ടുണ്ട്. ഓൾറെഡി 40 പേര് മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക്. അപ്പോൾ ഇത് സംഭവിക്കുന്നില്ല ഈ വെള്ളമൊടിച്ചിട്ട് വന്നിട്ട് പറയാതെ പോകുന്ന ആൾക്കാരാണ്. പിന്നെ നമുക്ക് ബീച്ച് എന്ന് പറയുന്നത് ഒരു 5 കിലോമീറ്ററോളം ഇങ്ങനെ നീളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ലൈഫ് ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ പരിമിതമാണ്, 4 ലൈഫ് ഗാർഡേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബീച്ച് ഒരു ഏരിയ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുളിക്കരുതെന്ന് പറയുന്നവർ അപ്പുറത്ത് പോയി കുളിച്ച്, അങ്ങനെയാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് കൂടുതൽ. അതെന്ന് ലാസ്റ്റ് എന്തായാലും പ്രശ്നം വരുമ്പോഴത്തേക്ക് ലൈഫ് ഗാർഡിൻ്റെ പുറത്താണ് വരുന്നത്. അപ്പോൾ പൊതുവെ ആൾക്കാരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ പ്രശ്നമല്ലേ? കാര്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാറുണ്ടോ? ഇല്ല, ഒരിക്കലും കേൾക്കാറില്ലെന്ന് മാത്രമല്ല, നമ്മളവിടെ ഈ ജൂൺ ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായിട്ടുള്ള കടലൊക്കെ വരുന്ന സമയമാണ്. അവിടെ അന്നേരം ബീച്ച് ക്ലോസ് ചെയ്യും. അതായത് റോപ്പ് കെട്ടിയിട്ട് ബീച്ച് ക്ലോസ് ചെയ്യുന്നൊരു സംഭവമുണ്ട്, എല്ലാ വർഷവും ചെയ്യുന്ന സംഭവം. ശരിക്കും പറയാം രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ റോപ്പിനകത്ത് ഷർട്ടെല്ലാം ഊരി വെച്ചിട്ട് കുളിക്കുന്നൊരവസ്ഥ കണ്ടിട്ടുണ്ട്. അതെ. അത് എന്നിട്ട് അവരുടെ ഡ്രസ്സ് ഉണക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് പോരാഞ്ഞിട്ട് ഇത് ഊഞ്ഞാലാടുന്ന ചില ടീമുകളുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്തൂടെ ചാടി പോകുന്ന പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറ്. അല്ല, അങ്ങനെ ഞാൻ അവരെ കുറ്റമായിട്ട് പറഞ്ഞതല്ല സംഭവം. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ ചാടിയിട്ട് നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പം ഇത് സർക്കാർ കാശു ചെലവാക്കിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അപ്പം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കാര്യം വെച്ചാൽ നമ്മൾ ബീച്ചിൽ വരുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ജില്ലാ ഭരണകൂടമായാലും സർക്കാരായാലും നമുക്ക് ഇത് ചെയ്യുന്നത്. അവിടെ നമുക്ക് ലൈഫ് ഗാർഡ്സിനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കാനും അങ്ങനെ ആൾക്കാർക്കൊന്നും അപകടം പറ്റാതിരിക്കാനും വേണ്ടിയാണ്. പക്ഷേ ഈ വരുന്നവർ ഇതൊന്നും മനസ്സിലാക്കാതെ ഇതെന്തിനു വേണ്ടിയാണ് ഇത് റോപ്പ്, നമ്മളവിടെ റെഡ് ഫ്ലാഗ് സാധാരണ വെക്കാറുണ്ട്. അപ്പം പറയുന്നത് LDFന്റെ സംസ്ഥാന സമ്മേളനം വല്ലതും ഉണ്ടോ എന്ന് അങ്ങനെ കളിയാക്കി ചോദിക്കാറുണ്ട്. പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാവരും വന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ പറയാനല്ല, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്, അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ഡേഞ്ചറെന്ന് എഴുതി വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതൊന്നും നോക്കാറില്ല എന്നൊക്കെ പറയാം. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മളിപ്പം പോകുമ്പം വെള്ളമായാലും വേറെ ഏതെങ്കിലും സ്ഥലം അവിടെ എല്ലാം നമുക്ക് ഇതേപോലുള്ള ബോർഡുകളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മൾ അവർ അപകടത്തിലേക്ക് ചാടിയിട്ട് നമ്മൾ പിന്നെ പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. ശ്രദ്ധിച്ച് കാര്യം ഞാൻ 7 വർഷമായിട്ട് കൈയും കാലം ബന്ധിച്ച് പാലത്തിൻ്റെ മേളിൽ നിന്നും പിന്നെ അങ്ങനെ 50 അടിയുടെയൊക്കെ മേളിൽ നിന്നൊക്കെ ചാടിയിട്ടുണ്ട്. കാര്യം അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കത്തില്ല. കാണുന്നവരും പ്രത്യേകിച്ച് കുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധയോടെ ചെയ്യുക. അത് പരിശീലനമൊക്കെ കിട്ടിയ ഒരാളാണ് ഇത് എടുത്ത് ചാടുന്നത്. ഇത് കണ്ടിട്ട് വേണ്ട സുരക്ഷയൊന്നും ഇല്ലാതെ ആരും ഇത് അനുകരിക്കരുതെന്നും കൂടെ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്.